എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഏകദേശം ഒരു മാസത്തോളമായിട്ടുണ്ടാവും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോട്ടാറ്റ് റോഡുണ്ടല്ലോ, കോട്ടാറ്റ് ചാലക്കുടി റോഡ്, ആ റോഡിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ഡീസൽ പോകുന്ന ഒരു പ്രശ്നം. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡീസൽ പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാണ്. അന്ന് ഇതുപോലെ അഷ്ടമിച്ചിറ വരെ ഈ ഓയിലോ ഡീസലോ പോയിട്ടുണ്ടായിരുന്നു. അവിടെ തെന്നി വീണ് ഇരുചക്ര വാഹനക്കാർക്ക് അപകടം പറ്റിയെന്നുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഇതുപോലെ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ മിക്കവാറും ദിവസങ്ങളിൽ ഈ സമയമാകുമ്പോൾ ഈ ചാലക്കുടി കോട്ടാറ്റ് റോഡ് അല്ലെങ്കിൽ അഷ്ടമിച്ചിറ റോഡിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ഡീസൽ പോകണം. ഇതെന്തൊരു സംഭവം നോക്കുന്നത്, സ്ഥിരമായിട്ട് ഈ റോഡിൽ ഇങ്ങനെ ഡീസൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡീസൽ പോയി കഴിഞ്ഞിട്ട് അതിൽ ഇരുചക്ര വാഹനങ്ങൾ, അവിടെ വളവുകളൊക്കെ ഉള്ള റോഡാണിത്, നല്ല VMVC ടാറിങ് കഴിഞ്ഞ് കിടക്കുന്ന റോഡ്. അപ്പോൾ എന്തായിരിക്കും സ്ഥിതി? വണ്ടിയൊക്കെ പാളിപ്പോവും. ഇത് പാളിപ്പോയിട്ട് അപ്പുറത്തുനിന്ന് എതിർവശത്തുനിന്ന് വല്ല വാഹനങ്ങൾ വരണമെങ്കിൽ അവിടെ ഇടിച്ച് എന്ത് അപകടം ഉണ്ടാകാൻ സാധിക്കും. ഇത് എന്താണ് ഈ സംഭവം? ആരുടെ വാഹനത്തിൽ നിന്നാണ് ഇതുപോലെ ഈ ഡീസൽ പോകുന്നത്? ഇന്നിപ്പോൾ നമ്മുടെ ആനമല ജംഗ്ഷനിൽ അവിടുത്തെ ജീവനക്കാരനായിട്ടുള്ള ഒരു ചേട്ടന് ഇതുപോലെ തന്നെ അപകടം പറ്റി, ആൾ ആശുപത്രിയിൽ പോയി. ഇത് വേറെ കൂടുതൽ ദുരിതത്തിലേക്ക് പോകുന്നില്ല, പക്ഷേ ആളുകൾ മുഴുവൻ അപകടത്തിൽപ്പെടാണ്. ഇത് മിക്കവാറും ദിവസങ്ങളിൽ ഈ ഡീസൽ പോകുന്ന പരിപാടി തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇത് പോലീസോ മറ്റു സംവിധാനങ്ങളോ തദ്ദേശഭരണ സംവിധാനങ്ങളോ നഗരസഭ ഉൾപ്പെടെ സംവിധാനങ്ങളോ ഒരു ഗൗരവമായിട്ട് കാണണം. സ്ഥിരമായിട്ട് ഈ പ്രദേശത്തോടെ ഇങ്ങനെ ഡീസൽ പോകണമെങ്കിൽ എന്താ സംഭവം മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചറിയിച്ച് ഫയർഫോഴ്സ് വന്ന് അവിടെ അത് വെള്ളടിച്ച് കളയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഫയർഫോഴ്സുകാർ പറയുന്നത് ഇപ്പോൾ ഈ റോഡിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായിട്ട് ഡീസൽ പോകുന്ന റോഡ്, ഡീസൽ റോഡ്, ഈ അഷ്ടമിച്ചിറ ചാലക്കുടി റോഡ് എന്ന് പറഞ്ഞാൽ ഡീസൽ റോഡ് എന്ന് പേര് മാറ്റിയിടേണ്ട സ്ഥിതിയുണ്ട്. ഈ വിഷയത്തിൽ ഒരു ഇടപെടലും ചെയ്യാണ്ടിരിക്കുന്നത് മനസ്സിലാവണില്ല. പോലീസ് ഈ വിഷയത്തിൽ കരുതലോട് കൂടി ഒരു ഇടപെടലുണ്ടാവണം. കാരണം ഇത് തുടങ്ങിയിട്ട് കുറേയേറെ നാളുകളായി. ഇനി അത് ആരെങ്കിലും മരിക്കുന്ന തലത്തിലേക്ക് പോകാൻ വേണ്ടി നോക്കി നിൽക്കാമെന്നുള്ള അറിയില്ല. പക്ഷേ സ്ഥിരമായിട്ട് ഡീസൽ ഒഴുകുന്ന ഡീസൽ ഒഴുകൽ റോഡ് അഷ്ടമിച്ചിറ ചാലക്കുടി റോഡ്